ചേട്ടൻ വന്നു. ഞാൻ പറയാറില്ലേ, ജഡ്ജി ജഗന്നാഥ് സാർ. നമസ്കാരം. ഫാക്ടറിയിലെ ഫോർമാനാണ് രാഘവേട്ടൻ. ഞങ്ങൾ തമ്മിൽ ബെറ്റ് വെച്ചിരിക്കുകയായിരുന്നു. ദേവദാസ കുറുപ്പിനെ വെറുതെ വിടുമെന്ന് രാഘവേട്ടൻ, ശിക്ഷിക്കുമെന്ന് ഞാനും. കൊടുക്കാൻ ഞാൻ ജയിച്ചേ. കാലുമാറി കളയരുത്, 10 രൂപ ബെറ്റ്. ഒന്ന് ചുമ്മാ തിരിയടാ ബാല. സാറിന്റെ മുമ്പ് വെച്ച് സംസാരിക്കാൻ അവന് വേറൊന്നും കണ്ടില്ല. കേട്ടോ മിസ്റ്റർ രാഘവൻ, ബാലനെ കൊണ്ട് എല്ല് മുറിയെ പണിയെടുപ്പിക്കും. ഒരു ദാക്ഷിണ്യവും കാട്ടരുത്. തുടക്കക്കാരനാണ്. അടി ഉറച്ചെങ്കിലേ മേൽഗതി ഉണ്ടാവും. ബാലൻ മിടുക്കനാണ് സാറേ. പണിയൊക്കെ പെട്ടെന്ന് പഠിക്കുന്നുണ്ട്. ഞാൻ വരട്ടെ. ഓ ശരി. ശരി സാറേ. എന്നെ അതെ, ദേ ഇവളെ അതെ. സ്വന്തം മക്കളെക്കാൾ കാര്യത്തിലാണ് അദ്ദേഹം നോക്കുന്നത്. വാ. ശത്രുക്കള് പോലും കൈയെടുത്ത് തൊഴുതു പോവും. അതാ മനസ്സ്. വന്നാട്ടെ. കേട്ടോ കുഞ്ഞെ, ബാലന്റെ അച്ഛൻ സാറിന്റെ വലിയ കൂട്ടുകാരനായിരുന്നു. അങ്ങേര് മരിച്ച പിന്നെ ആ ക്ഷീണം അറിയാതെ എന്റെ കുട്ടിയോട് വളർന്നത് ഈ നല്ല മനസ്സിന്റെ തണലില്ല. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നീ ഇന്നെന്താ വൈകിയേ? നോനോ, ഞാൻ രാവിലെ പറഞ്ഞിട്ടില്ലേ പോയത് ഇന്ന് കോളേജിൽ ഇന്റർ ഹൗസ് മാച്ച് ഉണ്ടെന്ന്. എന്നിട്ടെന്താ തോറ്റ് തൊപ്പിയിട്ടോ? തോക്കും. അതിന് വേറെ ആളെ നോക്കണം. ഒന്നില്ലെങ്കിലും ഞാൻ അച്ഛന്റെ മോളല്ലേ. ആ, അതെനിക്കൊരു കോംപ്ലിമെന്റ് ആണല്ലോ. എടേ കാലുകാത്തിരി, അച്ഛന്റെ മുമ്പ് മര്യാദ ഇല്ലാതിരിക്കുന്നുണ്ടല്ലേ. കാലുകാത്തിരി, അമ്മ ഉണ്ടായിരുന്നേ ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ. ഇരുന്ന് കിളുങ്ങാതെ പോയി കുളിക്കടി. പെണ്ണിന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ, ഇവിടെ പോയി കുളിക്കടി. എന്റെ മോനെ പറഞ്ഞത്. കല്യാണക്കുട്ടി, താനിവിടെ ഇരിക്കേ. എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ടെന്നേ. ഓ പിന്നെ ഇവിടെ അല്പേരെ സംസാരിച്ചെന്ന് വെച്ചാൽ അടുക്കളയിൽ ആകാശം ഇടിഞ്ഞ് വീഴുകയാണെങ്കിൽ വീണോട്ടെ, താനിവിടെ ഇരിക്കേ. ഇരിക്കാൻ കണ്ട ഒരു നേരം. അച്ഛാ, സോമുവിന്റെ എഴുത്തുണ്ടായിരുന്നു, ഞാൻ പറയാൻ പറ്റും. പേരെന്താ അവൻ എഴുതാനുള്ളത്? കുറച്ചുകൂടെ പണം വേണമെന്ന്. അത് തന്നെ. അവനെന്താ പണത്തിന് ഇത്ര ആവശ്യം? ഇത് നല്ല ചോദ്യം. അന്യനാട്ടിൽ ചെന്ന് ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുമ്പം പണത്തിന് അത്യാവശ്യം ഉണ്ടാവില്ലേ? അല്ലാണ്ട് എന്റെ മോൻ എഴുതില്ല. കോളേജിലെ ഫീസും ഹോസ്റ്റൽ ഡ്യൂസും പുറമെ പോക്കറ്റ് മണി അയച്ചു കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞില്ല. പിന്നെയും പണം ചോദിക്കുന്നു പറഞ്ഞാൽ? അല്ലെങ്കിൽ നിനക്ക് വെച്ച് കിട്ടാ. അവൻ നിന്റെ അനിയനല്ലേ. വല്ലടത്ത് കിടന്ന് കഷ്ടപ്പെടാണ്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ അയച്ചു കൊടുക്കണം. അമ്മയാണ് അവന് വളം വെച്ച് കൊടുക്കുന്നത്. ഞാനും ഹോസ്റ്റലിൽ താമസിച്ച് തന്നെയാ പഠിച്ചത്. നിയന്ത്രിക്കേണ്ട സമയത്ത് നിയന്ത്രിച്ചില്ലെങ്കിൽ അവസാനം. സോമൂന്ന് പണം വയ്ക്കുന്ന കാര്യമല്ലേ, അതേപ്പറ്റി പിന്നീട് ആലോചിക്കാം. എടോ, തനിക്ക് അടുക്കളയിൽ എന്തോ പണിയുണ്ടെന്നല്ലേ പറഞ്ഞത്? പോയി ചെയ്യേ. ഈ ഗ്ലാസ് കൂടി കൊണ്ടുപോകും. നിനക്ക് അമ്മയുടെ സ്വഭാവം നല്ലല്ലോ അറിയില്ലേ, പിന്നെ എന്തിനാ തർക്കിക്കുന്നേ? ആ കത്തിഞ്ഞെടുക്ക്. കേട്ടോമേ, നമ്മുടെ ഫോർമാൻ രാഘവേട്ടനെ ഒരു ദിവസം ഉണ്ണാൻ വിളിക്കണം. അങ്ങേരെ കയ്യിലെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങേര് മനസ്സ് വെച്ചാലേ പലപ്പോഴൊക്കെ ഓർത്തേം തടയും. മനസ്സിലായോ? സൗകര്യം പോലെ ഒരു ദിവസം ഇങ്ങോട്ട് വിളിച്ചോ. ബാലേട്ടാ. എന്താടി കാന്താരി? ബാലേട്ടന് ആദ്യമായി ശമ്പളം കിട്ടുമ്പോ എനിക്ക് എന്താ വാങ്ങിത്തരാ? അതെ, പറയത്തില്ല. പറ ബാലേട്ടാ. അത് പറയത്തില്ല. പറഞ്ഞാൽ അതിന്റെ സസ്പെൻസ് പോവും. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്തെങ്കിലും പോരെ? എനിക്ക് ഇഷ്ടപ്പെട്ടതോ? അതെങ്ങനെ ബാലേട്ടനറിയാം? നിന്റെ ഇഷ്ടം ഈ ബാലേട്ടൻ അറിയാവുന്ന പോലെ വേറെ ആരറിയാനാ? തൽക്കാലം തോക്കിനകത്ത് ഒരു വെടിവെക്കാതെ ചോറ് കാര്യത്തിന് വേണേ. ഈ ബാലേട്ടൻ കൂട്ടാൻ എടുക്കുമോനെ? പാതിരായി, ഒന്നും ഉറങ്ങാൻ നോക്കുന്നേ. വെളുപ്പിനെ തൊട്ട് ഇതുവരെ 5 മിനിറ്റ് ഇരുന്നിട്ടില്ല. വയ്യ, ഒന്നും ഉറങ്ങണം. നിങ്ങൾ ആ വായന ഒന്ന് നിർത്തിയിട്ട് ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ. പകല് മുഴുവൻ റെസ്റ്റില്ലാതെ പണിയെടുക്കാൻ തന്നോട് ആരെങ്കിലും പറഞ്ഞോ? അല്ലാണ്ട് പിന്നെ അടുക്കളയിലെ കാര്യങ്ങൾ ആരാ നോക്കുക? അതിനവിടെ ദേവുമില്ലേ? ഓ ദേവു, അവള് ചെയ്ത ഒരു വസ്തു ചൊവ്വാവില്ല. എനിക്ക് തൃപ്തിയാവണമെങ്കിൽ എന്റെ കൈകൊണ്ട് എന്നെ ചെയ്യണം. എനിക്ക് തല വേദനിച്ചിട്ട് വയ്യ. നിങ്ങൾ ആ പുസ്തകം ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ബാം ഒന്ന് പുരട്ടി തന്നെ. ബാം പുരട്ടണമെങ്കിൽ നേരത്തെ ഷീലയോട് പറയാൻ പാടില്ലായിരുന്നു. ഓ, അവള് പുരട്ടിയാൽ ശരിയാവില്ല. നിങ്ങളുടെ കൈകൊണ്ട് പറ്റിയാലേ എന്റെ തലവേദന മാറും. വയസ്സുകാലത്ത് താൻ അല്പം റൊമാൻറ്റിക് മൂഡിലാണെന്ന് തോന്നുന്നല്ലോ. പിന്നെ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വിവരമില്ലാത്തോട് തോന്നുന്നതാവും. ഇങ്ങനെയുള്ള വിധികൾ എഴുതിയാൽ ആളുകളുടെ ശത്രുത ഉണ്ടായാൽ എപ്പോഴെങ്കിലും അവർ പകരം വീട്ടുന്ന പേടി തോന്നുന്നില്ലേ? ഓ,
നിങ്ങൾക്ക് ചിരി, എനിക്ക് ആലോചിക്കുമ്പോഴേ അപ്പടി പേടിയാ. പേടിക്കാൻ തുടങ്ങിയാല് അതിനേ സമയമുണ്ടാവും. നീതിക്കും മനസാക്ഷിക്കും ശരിയെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്യുമെന്ന് എനിക്കറിയില്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? എനിക്കറിഞ്ഞൂടാ. ശരി മാത്രം ചെയ്താലും ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടായെന്ന് വരും. ക്രിസ്തുവിനും ഗാന്ധിജിക്കും ഉണ്ടായത് അങ്ങനെയല്ലേ? അതാ വിധിന്ന് വെച്ചാല് ആയിക്കോട്ടെ എന്ന് വെക്കാം. ഒരു കണക്കിന് കുറച്ച് കരാട്ടയൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ? ലവ് എന്നും പറഞ്ഞു വല്ല പൂവലന്മാരും കയ്യെ കയറി പിടിക്കാൻ വന്നാലേ നിർത്തേണ്ട അടുത്ത് നിർത്താലോ. പ്രേമിക്കാൻ വരുന്ന ചെറുപ്പക്കാരനും കരാട്ടെ പഠിച്ചിട്ടുണ്ടെങ്കിലോ? എടി എടി, അപ്പൊ നീ അങ്ങനെയായിരിക്കും പെട്ടതല്ലേ? ഞാൻ പെട്ടതോ? നീ എന്താ ഈ പറയുന്നേ? അയ്യോ പാവം. എടി, കുറുമ്പിപ്പൂച്ചയുടെ വിചാരം കണ്ണടച്ച് പാലുടിച്ചാലേ ആരും കാണില്ലെന്നാ. എന്തിനാ മോളെ എന്നോട് ഈ നാടകം? നിന്നോട് ആര് പറഞ്ഞു? അതാരെങ്കിലും ആവട്ടെ. ഒന്നുമില്ലെങ്കിലും നീയും ഞാനൊക്കെ ഒരേ തരക്കാരല്ലേ? കുറെ നാളായി ഞാൻ കാണുന്നു ഈ ഒളിച്ചും പതുങ്ങിയും. അയ്യോ എന്റെ പൊന്നു മോളെ ചതിക്കില്ലേ? നീ ഇതാരോടും പറയരുതേ. അങ്ങനെ വാ വഴിക്ക്. ഞാൻ ആരോടും പറയില്ല. പക്ഷേ എത്ര നാളായി ഒളിച്ചു കളി? ഇനി ഇങ്ങനെ ഒളിച്ചും മറിഞ്ഞ് നടക്കാൻ വയ്യെന്നാ പുള്ളിക്കാരൻ പറയുന്നേ. പിന്നെ 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 കല്യാണം നിശ്ചയിച്ചു. ആ ടൗണില് സ്വർണ്ണക്കട നടത്തുന്ന ആളില്ലേ, ഭാസ്കരൻ മുതലാളി, അയാളുടെ മോനാ. ഏത്? നമ്മുടെ ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റോ? ആ, ബിസ്ക്കറ്റ് ഭാസ്കരൻ എന്ന് പറഞ്ഞാൽ അയാൾ 4 പേര് അറിയും. അത് ബാലേട്ടൻ വെറുതെ പറയാം. അയാൾക്ക് ബിസ്ക്കറ്റ് വെച്ചോടൊന്നുമല്ല, നല്ല സ്വർണ്ണക്കടയാ. അതേടി മണ്ടി, ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞ സ്വർണ്ണ ബിസ്ക്കറ്റാ. അതിന്റെ കള്ളക്കടത്തിൽ അയാൾ കാശുണ്ടാക്കിയത്. 5-8 കൊല്ലം മുമ്പ് ഒരു കൊച്ചു കടയും വെച്ചോണ്ടിരുന്ന ആളാ. ഇപ്പൊ വേണമെങ്കിൽ പട്ടണത്തിന്റെ പകുതി വിലക്കെടുക്കാം, അത്ര സ്ഥിതിയാ. എന്തായാലും ശീലമോള് നന്നായിരിക്കട്ടെ. അമ്പിളിയേക്കാൾ 1.5 വയസ്സിന് ഇളയതാ ശീല. അവൾക്കിതാ കല്യാണമായി. അങ്ങേരോ നേരത്തെ പോയി. ഇവൾക്കൊരു ചെറുക്കൻ വരുന്നത് കാണാൻ ഞാനുണ്ടാവുമോ എന്തോ. പിന്നെ ഇല്ലാണ്ട് അമ്മ എങ്ങോട്ട് പോവാനാ? ഇവിടെ ഞാൻ അത്ര പെട്ടെന്നൊന്നും കെട്ടിച്ചു വിടത്തില്ല. നിനക്ക് എളുപ്പം കിട്ടണം. ഓ ചേട്ടാ, പഠിപ്പിച്ച് ആദ്യം ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കും. 2 ആളുടെ ശമ്പളം ആവുമ്പോ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കാവുമല്ലോ. എന്നിട്ട് വേണം എനിക്ക് കുറച്ചുകൂടെ പഠിക്കാൻ. ഇപ്പൊ ജോലി കഴിഞ്ഞിട്ടൊക്കെ വന്ന് പഠിക്കാൻ സൗകര്യം ഉണ്ടമ്മേ. ഇവളുടെ ആദ്യത്തെ ശമ്പളം കൊണ്ടുവേണം എനിക്ക് എന്റെ ഫീസ് കൊടുക്കാൻ. നീ എന്നെ പഠിപ്പിക്കത്തില്ലടി. അവൾക്ക് നീ അല്ലാതെ ആരാ മോനെ ഉള്ളത്? ആ, അമ്മ നോക്കിയോ, ഞാൻ ഒരുപാട് പഠിക്കും. പഠിച്ചൊരു വക്കീലാവും. എന്നിട്ട് ജഗന്നാഥ സാറിനെ പോലെ ജഡ്ജി. എന്റെ പഠിത്തം കഴിഞ്ഞ് ഞാൻ അവളെ കെട്ടിക്കും. എന്നിട്ട് വേണം എനിക്കൊന്ന് കല്യാണം കഴിക്കാൻ. എന്നിട്ട് ഞങ്ങൾ 1/2 ഡസൻ വീതം പേരക്കുട്ടികളെ എടുത്തുകൊണ്ട് നടന്നിട്ട് അമ്മ അച്ഛൻ്റെ അടുത്ത് പോവും. വെള്ളം കൊണ്ടാ. ശീലേ, എന്താ അച്ഛാ? ഇവിടെ വരൂ. നീ കോളേജിൽ പോകുന്നു പഠിക്കാനോ അതോ? ചോദിച്ചു കേട്ടില്ലേ? പഠിക്കാൻ. ഉറപ്പാണല്ലോ? പോകുന്ന വഴിക്കോ വരുന്ന വഴിക്കോ മറ്റെവിടെയെങ്കിലും കയറുന്ന പതിവുണ്ടോ? ഇല്ല. തീർച്ച? വഴിയിൽ വല്ല സ്വർണ്ണക്കടയും കണ്ടാൽ നീ അറിയാതെ നിന്ന് പോകാറുണ്ടോ? എന്താ, നാ ഇറങ്ങിപ്പോയോ? അതോ ചോദ്യം മനസ്സിലായില്ല എന്നുണ്ടോ? മനസ്സിലായില്ലെങ്കിൽ കുറെ കൂടി തെളിച്ചു പറയാം. ടൗണിൽ ആ ഭാസ്കരൻ മുതലാളിയുടെ സ്വർണ്ണക്കട അറിയൂ? അവിടെ അയാൾക്കൊരു മകനുണ്ട്, പേര് ബാബു. എന്താ, നീ അയാളെ അറിയോ? അറിയുമെന്ന്? എങ്ങനെ അറിയും? എങ്ങനെ അറിയുമെന്ന്? അത് ഞാൻ അറിയും, അത്രേ ഉള്ളൂ. ആ, എന്നാൽ ബാബുവിന്റെ അച്ഛനൂടെ വന്നിരുന്നു നിന്നെ കുറിച്ചുള്ള പരാതിയുമായി. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിയാൻ അയാളുടെ ചെറുക്കാൻ നീ അനുവദിക്കുന്നില്ല. നിന്റെ ശല്യം സഹിക്കാൻ വയ്യാന്ന്. ഓ, നിങ്ങൾ എന്തൊരു മനുഷ്യനായത്! ചുറ്റി വളച്ച് കുത്തി കുത്തി ചോദിച്ച് ആ കൊച്ചിന്റെ നല്ല ജീവൻ അങ്ങ് എടുക്കും. ഭാര്യയോടായാലും മോളോടായാലും കോടതി മുറിയില്ല ചോദ്യവും വിസ്താരവും ഒക്കെ. വിസ്താരം മാത്രമല്ല, വിധിയും കോടതി മുറിയിൽ തന്നെയാണ്. പരാതിക്കാരന്റെ ആപരാധി ശരിയാണെന്ന് കണ്ട് പ്രതിയെ ശിക്ഷിക്കാനാണ് വിധി. അടുത്ത മാസം 21-ാം തീയതി രാവിലെ 9-നും 10-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ
ബാബു, നിന്റെ കഴുത്തിൽ താലി കെട്ടുവാൻ കോടതി ഉത്തരവായിരിക്കുന്നു. എന്നാലും എന്റെ കല്യാണിക്കുട്ടി, മിണ്ടാപ്പൂച്ചയെ പോലെ അച്ഛന്റെ അമ്മയുടെയും വാലിൽ തൂങ്ങിയിടുന്ന ഈ പെണ്ണിന്റെ മനസ്സിൽ ഇത്രയൊക്കെ ഉണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞോ? അതാണ് ഞങ്ങൾ പെണ്ണുങ്ങളുടെ മുടുക്ക്. പെണ്ണേ. ഓക്കേ. നല്ല കാട്, കുറച്ചുകൂടി വലുതാവായിരുന്നു. ഇതൊക്കെ മതിയമ്മേ. ഓ അച്ഛാ, വെഡിങ് ഇൻവിറ്റേഷന്റെ പ്രൂഫ് മാറ്റം വല്ലതും വേണമെങ്കിൽ ഇപ്പൊ പറയാം. ഗുഡ്, ദിസ് ഇസ് സിമ്പിൾ ഇനഫ്. ഇത് മതി. എത്ര കോപ്പി അടുപ്പിക്കണം അച്ഛാ? എനിക്കങ്ങനെ ആളൊന്നും വിളിച്ചു കൂട്ടണമെന്നില്ല. പിന്നെ ബന്ധുക്കൾക്ക് ഒരു കാർഡിൽ എഴുതി അയച്ചാലും മതി. ഒരു 100 കോപ്പി അടുപ്പിച്ചേരെ. അയ്യോ, അച്ഛൻ എന്തായി പറയുന്നത്? എനിക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 150 കാർഡെങ്കിലും വേണം. എന്റെ ഫ്രണ്ട്സിനൊക്കെ അയക്കണ്ടേ? 150 കാർഡേ? പിന്നെ എന്റെ ഫ്രണ്ട്സിന് എന്റെ കല്യാണത്തിനല്ലേ, പിന്നെ എപ്പോഴാ വിളിക്കുക? അവള് പറയുന്നത് കാര്യമല്ലേ? നിങ്ങളുടെ തുടക്കം കണ്ടാത്തൊന്നും കല്യാണം നിങ്ങൾക്കാണ്. എനിക്ക് 50 കാർഡെങ്കിലും വേണം. സോമനും അത്രയൊക്കെ വേണ്ടി വരും. പിന്നെ അച്ഛന്റെ ഫ്രണ്ട്സ് ആ കൂടി 400 എണ്ണം ഉറപ്പിക്കാൻ വരട്ടെ. ആ ദേവുവിനോട് ചോദിച്ചു അവൾക്ക് എത്ര കാർഡ് വേണമെന്ന്. കളിയാക്കാൻ നേരത്ത് നിങ്ങൾക്ക് 7 മുഴം വന്നാക്കും. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങളൊക്കെ ഇഷ്ടം പോലെ അയക്കും. പക്ഷേ കല്യാണത്തിന്റെ പേരിൽ ആർഭാടം കാണിക്കുന്നത് എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമുള്ള കാര്യമല്ല. എന്റെ മകൾ ഇന്നയാളെ ഇന്നടത്ത് ഇന്നയാളുടെ മകൻ ഇന്നയാള് ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് വെച്ച് വിവാഹം കഴിക്കുന്നതാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ അനുഗ്രഹിക്കുക. അങ്ങനെ ഒരു കാർഡ് എഴുതി അയച്ചിട്ടുള്ള ആവശ്യമേ ഉള്ളൂ. എന്നാലേ തൽക്കാലം ഈ കല്യാണം ഞങ്ങളുടെ ഇഷ്ടം പോലെ നടത്താനാ ഉദ്ദേശം. സത്യത്തിൽ നിങ്ങൾ കല്യാണം കഴിക്കാണ്ട് പല സന്യാസത്തിനും പോകേണ്ട ആളാ. ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഇപ്പൊ എന്താ ചെയ്യാ? സഹിക്കുക തന്നെ. ആ ഭാസ്കരൻ വരും, ഞാൻ താഴേക്ക് ചെല്ലട്ടെ. ആ മോനെ, ബെസ്റ്റ് കോംപ്ലിമെന്റ്സിന്റെ കൂട്ടത്തിലെ സോമുന്റെയും നിന്റെയും പേരിടാൻ മറക്കരുത്. ഏറ്റു. നമസ്കാരം. നമസ്കാരം. ഇരിക്കണം. ഞാൻ ഇൻവിറ്റേഷന്റെ പ്രൂഫ് നോക്കുകയായിരുന്നു. ഇവിടെ നോക്കട്ടെ. കൊള്ളാം. ഇത് നല്ല ഗിൽറ്റിട്ട കട്ടി കടലാസിൽ തങ്കത്തിന്റെ നിറമുള്ള മഷിയിൽ അടുപ്പിക്കണം. 1000 കോപ്പി. എനിക്ക് ഒരു സ്വകാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? പരിഭ്രമിക്കാനൊന്നുമില്ല. എനിക്ക് സാറിന്റെ ഒരു ചെറിയ സഹായം വേണ്ടിയിരുന്നു. നിസ്സാര കാര്യമാണ്. ഒരു ഫോൺ കാളിന്റെ പ്രശ്നമേ ഉള്ളൂ. ഓർക്കാപ്പുറത്ത് എക്സൈസുകാർ കയറി ഒരു ചെക്കിങ്. അസൂയക്കാരാണ്ട് ഒറ്റിക്കൊടുത്തായിരിക്കും. ഒരുത്തം പച്ച പിടിക്കുന്നത് വേറൊരുത്തന് കണ്ടുകൂടല്ലോ. ഇങ്ങനെയുണ്ട് ഒരു ലോകം. പെട്ടെന്നുള്ള ചെക്കിങ് ആയതുകൊണ്ട് ഒന്നും മാറ്റാൻ സാധിച്ചില്ല. വേറൊന്നുമില്ല, കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ഒരു 5-6 ലക്ഷത്തിന്റെ വക. അല്ല, പിടിച്ചത് കൊണ്ടോ അത്രയും പോകുന്നത് കൊണ്ടോ വിഷമമുണ്ടായിട്ടല്ല. പക്ഷെ പിടിക്കൊടുക്കുക എന്ന് വെച്ചാല് അത് എന്റെ പിടിപ്പുകേടാകുമല്ലോ എന്ന് കരുതിയിട്ട. ഒന്നുമില്ലെങ്കിലും ഹൈ ലെവലിൽ നമുക്കും ചില പിടിപാടൊക്കെ ഉണ്ടെന്നുള്ള അവന്മാർ അറിഞ്ഞിരിക്കണ്ടേ. നാളെ യവന്മാർക്ക് ഇതൊരു പാഠമായിരിക്കണ്ടേ. ഏത് എക്സൈസ് കമ്മീഷണർ ജഗന്നാഥ സാറിന്റെ ഒരു അടുത്ത സുഹൃത്താണെന്ന് അറിയാം. അതിന് ചുമ്മാ വിളിച്ച് പറയണമെന്നേ. വാൽക്കര സ്വന്തം ആളാണ്. കീഴെയുള്ള പിള്ളേരോട് ആളറിയാണ്ട് വെറുതെ കയറി കളിക്കണ്ടെന്ന് പറഞ്ഞൊന്ന് വിരട്ടിയേക്കാൻ. മൂപ്പര് വിളിച്ച് പറഞ്ഞാല് പിന്നെ അവർ കേസ് ചാർജ് ചെയ്യത്തില്ല. കേട്ടോ മിസ്റ്റർ ഭാസ്കരൻ, ഇതെന്റെ അടുത്തുനിന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി. തൽക്കാലം ഞാൻ ക്ഷമിക്കുന്നു. പക്ഷേ മേലാൽ ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞുകൊണ്ട് എന്നെ സമീപിക്കരുത്. അതെനിക്ക് ഇഷ്ടമല്ല. മിസ്റ്റർ ഭാസ്കരൻ, ശുപാർശ ചെയ്തും സ്വാധീനത്തിന് വഴങ്ങിയും വളർത്തിയെടുത്തൊരു മേലവിലാസം അല്ല എന്റേത്. അത് നിങ്ങൾ ഓർക്കണം. അതൊക്കെ ശരിയാണെന്നേ. പക്ഷെ എന്ന് കരുതി വേണ്ട കാര്യങ്ങൾ ഇടപെടാതിരുന്നാ പറ്റുമോ? ബാബുവിനും കൂടെ അവകാശപ്പെട്ട 5 ലക്ഷം രൂപയാ കുടുങ്ങി കിടക്കണമെന്നുള്ള ഓർമ്മിക്കണം. അവകാശി ആരായാലും നിയമവും നേരവുമാണ് എനിക്ക് വലുത്. തെറ്റായ രീതിയിൽ ശേഖരിച്ചു വെച്ച സ്വർണ്ണമായതുകൊണ്ടല്ലേ അവർ പിടിച്ചെടുത്തത്? ചുമ്മാ ആദർശം പ്രസംഗിക്കാണ്ട് സാറെ ഫോൺ എടുത്ത് കിടക്കി കാര്യം പറഞ്ഞു. സോറി, സാധ്യമല്ല. ഇത്തരത്തിലുള്ള സഹായങ്ങൾ നിങ്ങൾ ഇതിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട. അല്ലേ, ഇതെന്നാ കളിയാ? ഇങ്ങനെ ഒരു അത്യാവശ്യത്തിന് പോലും ഉപകരിക്കത്തില്ലെങ്കിലേ സ്വത്തും കുടുംബവും നോക്കാണ്ട് ഞാനിവിടെ കാര്യം ബന്ധപ്പെടുന്ന എന്തിനാ? അത് നിങ്ങളുടെ ഇഷ്ടം. മാത്രമല്ല
നിങ്ങളുടെ ബിസിനസിന്റെ രീതി ഇങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. ഓ, അറിഞ്ഞിരുന്നെങ്കിൽ ഇയാൾ ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ലായിരുന്നല്ലേ? അതെ. വലിയ കീറുവാനൊന്നും പറയണ്ട. ആരാരോടാണ് സംസാരിക്കുന്നതെന്ന് ഓർത്തിരുന്നാ നന്ന്. അത് ഞാൻ അങ്ങോട്ട് ഓർമ്മിപ്പിക്കേണ്ടതാണ്. എനിക്ക് നിന്ന് കളിക്കാൻ സമയമില്ല. വിവരം പറഞ്ഞു, കാര്യമായിട്ടാണോ ഇതിൽ ഇടപെടില്ല എന്ന് പറയുന്നത്? രണ്ടു തരത്തിൽ പറഞ്ഞെനിക്ക് പരിചയമില്ല മിസ്റ്റർ ഭാസ്കരൻ. എന്നെ കൊച്ചാക്കുകയാണ്. നേരും നിറയും നോക്കാണ്ട് സ്വയം കൊച്ചാക്കിയിട്ട് കണ്ടുപിടിക്കപ്പെടുമ്പോൾ ഇത് നമ്പറിഞ്ഞിട്ട് കാര്യമില്ല. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. സ്വന്തം മകളുടെ ഭാവിയുടെ കാര്യം കൂടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഓർമ്മിക്കണം. ഇങ്ങനെ ഒരു കടുംപിടുത്തം പിടിച്ചാലേ ഈ ഒരു ആലോചന നടന്നിട്ടേ ഇല്ലാന്ന് ഞാനങ്ങ് വെക്കും. ഒരു വാക്കേ എനിക്ക് മാറ്റാനുള്ളൂ. എന്റെ മനസാക്ഷിയും ആദർശവും പണയപ്പെടുത്തിക്കൊണ്ട് എനിക്കൊന്നും നേടാനില്ല. അതെന്റെ മകളുടെ ഭാവി ആയാൽ പോലും. അത്ര വലിയ കണിശക്കാരനാണെങ്കിലേ ഇങ്ങോട്ട് നോക്കി, ഇങ്ങനെ ഒരു ആലോചന നടന്നിട്ടേ ഇല്ലാന്നങ്ങ് വെച്ചോണം. അത് ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങളുടെ ഇഷ്ടം. ഒരു നേരത്തെ താനും തന്റെ കുടുംബവും നേരം കെട്ടിപ്പിടിച്ചോണ്ടങ്ങിരുന്നോ? മിസ്റ്റർ ഭാസ്കരൻ, നിങ്ങൾക്ക് പോകാം. സർക്കാർ നിയമമൊക്കെ ഞങ്ങൾക്കും കുറെ അറിയാവേ. താൻ അല്ലെങ്കിൽ വേറൊരുത്തൻ അല്ല. പിന്നെ ഐ സേ ഗെറ്റ് ഔട്ട്. കണ്ടോളാം.